ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് കപ്പ ബിരിയാണി വെക്കാന്ന് വിചാരിച്ചുകൊണ്ട് കിച്ചണിൽ കയറിയതാണ്. കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്, ബീഫിൻ്റെ ഇത് കുറച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ട്, ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയൊക്കെ വറുത്ത് ഉള്ളിയൊക്കെ വഴറ്റാൻ തുടങ്ങാം. ചട്ടി ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് പെരിഞ്ചീരകം ഇട്ടു. പെരിഞ്ചീരകം ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊത്തിയ തേങ്ങ അതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാണേ. തേങ്ങാക്കൊത്ത് നല്ലോണം മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇടണം എന്നാണല്ലോ പണ്ടുള്ള ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൊരിയിച്ചെടുക്കുക. ഇപ്പോൾ സവാള ഇടാം. സവാള അതിലിടാം. സവാള ഇടാം. ഇനി വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചേക്കുവാണ്. വെളുത്തുള്ളി ഇഞ്ചിയും കുരുമുളകും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചേക്കുവാണ്. അതിനി അതിനകത്ത് ഇടാൻ പോവാണേ. ഇച്ചിരി കറിവേപ്പിലയും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അടച്ചു വെച്ചിട്ട് ഇതല്ലായിരുന്നു ഇതിനകത്ത്. ഇത് ഇത്ര ഇത് വലുതില്ല. തൽക്കാലം അടച്ചു വെക്കും. കുഴപ്പമില്ല, നല്ല അടയുന്നുണ്ട്. ഇതൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 10 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് കാണാവേ. എല്ലാവർക്കും ഓഫാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വിചാരിച്ചത്. കഴിഞ്ഞ ദിവസം ഗ്ലേഷ്യൻ സ്റ്റോറിൽ പോയപ്പോൾ കപ്പ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ഒരു വീഡിയോയ്ക്കകത്ത്. അപ്പം അന്ന് ഞങ്ങൾ ഇവിടുത്തെ കൗഫ്ലാൻഡിൽ പോയപ്പം ബീഫ് എല്ലോട് കൂടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കടിയുള്ളെന്ന് എല്ലാം ഉണ്ടല്ലോ അത്. അങ്ങനെ അതും ജസ്റ്റ് മേടിച്ചപ്പം കപ്പ ഇതും കൂടെ ആക്കി കപ്പ ബിരിയാണി പോലെ എല്ലും കപ്പം പോലെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് വെച്ചാണ്. പിന്നെ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് എടുത്തുകൊണ്ടു. ജസ്റ്റ് ഇപ്പം നല്ല വെയിലുണ്ട് പുറത്ത്. ഞാൻ ഇങ്ങോട്ട് വെയിലത്തോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ തുണി ഉണങ്ങി കിട്ടും. അപ്പം തുണി എടുത്തിട്ട് വരട്ടെ. നല്ല വെതറാണ്. ഇപ്പം സമ്മറായി തുടങ്ങിയതുകൊണ്ടേ ഇപ്പം അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. തുണിയെല്ലാം നൂത്തിട്ടു. അതൊന്ന് ഉണങ്ങി കിട്ടിയിട്ട് വൈകിട്ടാകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും. അത് വഴണ്ട് വരുന്നു. ജസ്റ്റ് നിലക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇടുവാണേ. മുളക് പൊടി നമ്മൾ മസാല മീറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചേർത്ത് ഇച്ചിരി മല്ലിപ്പൊടി മതി മസാല. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് നമ്മൾ ചേർക്കും. ആവശ്യത്തിന് ഗരം മസാല പൊടിച്ചതും ഇടുന്നുണ്ട്. കുക്കറിനകത്തോട്ട് ഇപ്പോൾ അതിനകത്തോട്ട് ആക്കി ഈ വെള്ളമെല്ലാം കൂടെ അതിനകത്തോട്ട് ഒഴിക്കുവാണ്. കുറച്ചും കൂടെ വെള്ളം വേണം. കറിവേപ്പില ഇട്ടിട്ട് അടച്ചു വെക്കാം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് നെഗരെ. പിന്നെ ഇതിനകത്തുനിന്ന് കൂടെ കുറച്ച് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട് ബീഫിനകത്തുനിന്ന്, അറിയത്തില്ല. എന്തായാലും അടച്ചു വെക്കാം. കപ്പ കണ്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പൊളിയായിട്ടുണ്ട്. അതിനകത്തോട്ട് കപ്പ അങ്ങ് ഇടുക. കപ്പ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കേട്ടെ, ഇനി ഇതും കൂടെ അതിനകത്തിട്ടങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് ഞാൻ അറിയണമെന്നോ ചെയ്തു. നല്ല നെയ്യ നമുക്ക് വറ്റിക്കാൻ വെക്കാം. വെള്ളം വറ്റിക്കാൻ വെക്കണം. തുറക്കട്ടെ. വെള്ളം വെക്കണം. വെക്കല്ലേ. ഇപ്പം കൊണ്ടുവന്നു നോക്കിയാൽ ഉപ്പ് വേണോ? ഉപ്പൂടെ ചേർത്ത് വെക്കാലിപ്പം. കപ്പ ഒന്നുകൂടി ഒരടി അടിച്ചാലോ? വേകട്ടെ. ഇച്ചിരി കൂടെ ഒന്ന് വേകാനുണ്ട്. ഞാൻ ഒന്ന് തിളപ്പിച്ചെടുത്തേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തേ ഉള്ളൂ. ഒന്ന് അടിച്ചെടുക്കാം. ഉപ്പുണ്ടോ നോക്കിച്ചിരി.
വെള്ളം വറ്റുന്ന കുറച്ചിട്ടാണ്. കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, വിളമ്പാൻ പോവാം. ആരും ചിരിക്കരുത് കേട്ടോ. ചൂടുകൊണ്ട് എൻ്റെ വാ പൊള്ളിപ്പോയതിൻ്റെ എക്സ്പ്രഷനാണ്, കണ്ണൊക്കെ നിറഞ്ഞു പോയി. പക്ഷെ എനിവേ സംഭവം സൂപ്പറായിട്ടുണ്ട്. ഓരോ നാട്ടിലും വേറെ വേറെ ടൈപ്പിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങൾക്കറിയാവുന്നതോടെ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റൈലിലും ഉണ്ടാക്കിയത് കേട്ടോ. കട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മിൻറ്റിൻ്റെ ഇലയൊക്കെ ഇട്ട് തിളപ്പിച്ച നല്ല ചൂട് കട്ടൻ ചായ, ഇച്ചിരി എരിയും നല്ല ചൂടും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കുള്ള ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കണോ, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഒത്തിരി സംസാരിക്കുന്നില്ല, ഫോണൊക്കെ താത്ത് വെച്ചൊന്ന് സമാധാനമായിട്ട് എല്ലൊക്കെ ഒന്ന് കടിച്ചു വെക്കട്ടെ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഓൾ.